തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്നാണ് അപകടമുണ്ടായത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, എപ്പോഴാണ് ഈ അപകടം നടക്കുന്നത്? ഈ പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? അല്പസമയം മുമ്പാണ് വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിൽ വിനോദസഞ്ചാര വകുപ്പ് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് അപകടമുണ്ടായത്. ശക്തമായ തിരമാലയിൽപ്പെട്ട് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്നാണ് ഈ ബ്രിഡ്ജിൽ ആ സമയം ഉണ്ടായിരുന്ന 15 പേരിലധികം കടലിലേക്ക് വീണത്. ശക്തമായ തിരമാലയിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു ഭാഗത്തെ ഏതാണ്ട് വലത് ഭാഗത്തെ കൈവരി പൂർണ്ണമായിട്ട് തകരുകയായിരുന്നു. ഈ തകർന്ന ആ ഭാഗത്ത് നിന്നിരുന്ന ആളുകളാണ്, വിനോദസഞ്ചാരികളാണ് കടലിലേക്ക് വീണത്. ഈ കടലിൽ വീണ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി വർക്കലയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടെയും നില അത്ര ഗുരുതരമല്ല എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. 15 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. 5 മണിയോടുകൂടിയാണ് വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് അപകടമുണ്ടായത്. ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് വിനോദസഞ്ചാര വകുപ്പ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. അതിനുശേഷം നിരവധി വിനോദസഞ്ചാരികൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുന്നതിനായിട്ട് അവിടേക്ക് വരുന്നതാണ്. ശക്തമായ തിരമാലയുണ്ടായിരുന്നു. ഈ തിരമാലയിൽ കൂടുതൽ ആളുകൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയതും ശക്തമായ തിരമാലയിൽപ്പെട്ട് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്നതുമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കടലിൽ വീണ മുഴുവൻ ആളുകളെയും ഇപ്പോൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.